രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ പ്രതിയായ കേസിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്ന് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. രാഹുലിന് ജാമ്യം നൽകിയാൽ ഇരയെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ടെന്നും കോടതി. രാഹുൽ നൽകിയ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് കോടതി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. കേസിൽ രാഹുലിന്റെ വാദങ്ങൾ പൂർണ്ണമായി തള്ളിയാണ് കോടതിയുടെ നടപടി. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധമെന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. എന്നാൽ ബലാത്സംഗത്തിന് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധിന്യായത്തിൽ പറയുന്നു. രാഹുലിന് ജാമ്യം നൽകിയാൽ ഇരയെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ടെന്നും തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട്. സൈബർ ആക്രമണമെന്ന പ്രോസിക്യൂഷൻ വാദം ഗൗരവതരമാണ്. ബാഹ്യസമ്മർദ്ദമുണ്ടായെന്ന പ്രതിയുടെ വാദം നിലനിൽക്കില്ലെന്നും വിധിന്യായത്തിൽ പറയുന്നു. സാങ്കേതിക കാര്യങ്ങളിൽ ഊന്നിയ രാഹുലിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. പരാതിക്കാരിയുടെ മൊഴിയിൽ ഒപ്പില്ലെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ മൊഴിപ്പകർപ്പിൽ ഡിജിറ്റൽ ഒപ്പ് മതിയെന്ന കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ഇരയുടെ സ്വകാര്യത വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള സൈബർ ആക്രമണം നടക്കുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ ഉപരിക്കോടതിയെ ഉടൻ സമീപിക്കാനാണ് രാഹുലിന്റെ തീരുമാനം. വിധി എതിരായതോടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സബ് ജയിലിൽ തുടരും. കൈരളി ന്യൂസ്, പത്തനംതിട്ട.